ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. ചില്ലി ചിക്കന് നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ വലുതായി കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് മാരിനേഷനിലോട്ട് പോകാം. മാരിനേഷൻ ആവശ്യമായ 3 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 2 സ്പൂൺ ഞാൻ ഗ്രീൻ ചില്ലി പേസ്റ്റ്, പിന്നെ 1 സ്പൂൺ സോയാ സോസ്, പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടിയാണ്. അപ്പം തന്നെ കൃഷി ചെയ്ത കുരുമുളക് പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് ഇത് മൊത്തം നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിനേക്ക് ആവശ്യമായത് ക്യാപ്സിക്കം. എൻ്റെ ഈ പച്ച കളർ മാത്രമേ ഉള്ളായിരുന്നു, നിങ്ങളുടെ ഈ റെഡോ യെല്ലോയോ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഒനിയൻ, എൻ്റെ ഈ വൈറ്റ് ഉണ്ടായിട്ട് ഞാൻ എടുത്തു, സാധാ ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക, ചോപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ക്യാപ്സിക്കവും ഉള്ളിയും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളി ഓരോ ഇതളുകളായിട്ട് അടർത്തി മാറ്റി വെക്കുക. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കാണില്ല. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിടാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നോർമൽ ഫ്ലെയിമിൽ വെച്ചാൽ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കാരണം വെച്ചാൽ എൻ്റെ ഒരു ശകലം ഒന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ചിക്കൻ ഇവിടെ നിന്ന് വറക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. എന്നാലും ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ, എനിക്കതൊരു മോട്ടിവേഷൻ ആകുകയും ചെയ്യും. അപ്പം നമ്മുടെ ചിക്കൻ വറുത്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലെയിം കൂട്ടിയിടുന്ന കാര്യം, ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. ഞാനപ്പം ഇത്രയുണ്ട്, ഓരോ ബാച്ചായിട്ടിട്ട് വറുത്തെടുത്തിട്ട് വരാം. ഇതെല്ലാം വറുത്തിട്ട് ഇത്രയുണ്ടായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സെയിം ചട്ടിയിലോട്ട് തന്നെ എന്ത് ചെയ്ത്, വേറെ കഴുകാനൊന്നും എനിക്ക് മടിയായിരുന്നു, ആ സെയിം ചട്ടിയിലോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഫസ്റ്റ് സോട്ട് ചെയ്തു. ആ ചിക്കൻ വറുത്തതിൻ്റെ സെയിം ഓയിലിലോട്ട് തന്നെയാണ് ബാക്കിയുള്ളതിനകത്തോട്ട് ഞാൻ ഇട്ടത്. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ക്യാപ്സിക്കവും കൂടി ഇടാം. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഇല്ലായിരുന്നു. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് നിങ്ങൾക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. വൈറ്റ് ഈ സമയത്തും നമ്മുടെ ആ ഗ്രീൻ കളർ വരത്തില്ല സ്പ്രിംഗ് ഒനിയൻ്റെ, അത് നമുക്ക് ഗാർണിഷിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടിയിടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനീസ് ഫുഡുകളെല്ലാം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഫ്ലെയിം കൂട്ടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. ഈ ഫ്ലെയിം കൂട്ടിയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വെന്തു പോവും. അല്ലാതെ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് വേവുകയും ചെയ്യും. നമ്മളത് കഴിക്കുമ്പോൾ ഒരു റോ ഇതായിട്ടെന്ന് വെച്ചാൽ പച്ച കടിക്കുന്നത് പോലെ ഒരു ഫീൽ കിട്ടണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ 2 സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റും ചേർത്തു. ഗ്രീൻ ചില്ലി നിങ്ങളുടെ ഈ റെഡ് ആണെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഈ ഗ്രീൻ കളറായിരുന്നു ഇരുന്നത്. ചില്ലി പേസ്റ്റ് ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് വിനാഗിരി, ഇതിനകത്ത് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി. ഞാൻ ട്രൈപോഡ് ഇവിടെ കാണാം, ഞാൻ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ആദ്യത്തെ വീഡിയോ അല്ലേ, എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു കപ്പ് വെള്ളം, 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അത് തിളച്ച് വരുമ്പോഴത്തേന് ഇൻ കേസ് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പുളി മുന്നിട്ടേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു പഞ്ചസാര ഇച്ചിരി ഒരു പിഞ്ച് പഞ്ചസാര ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ സ്പ്രിംഗ് ഒനിയൻ്റെ കാര്യം പറഞ്ഞില്ലേ, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് വെച്ചിട്ടുണ്ട്. ആ കോൺഫ്ലവർ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇൻ കേസ് വെള്ളത്തിന് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നല്ല രീതിയിൽ എടുത്താൽ മതി. നമുക്കിവിടെ കുറച്ച് ഗ്രേവി കൂടുതലാണ് വേണ്ടുന്നത്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചില്ലി ചിക്കൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബാച്ചിലേഴ്സിന് പറ്റിയ 5 മിനിറ്റ്സ് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഫ്രോസൺ പൊറോട്ടയും
ചില്ലി ചിക്കനായിരുന്നു ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ. പിന്നെ ചില്ലി ചിക്കന് എരി വേണമെന്നുള്ളവർ നമ്മൾ ആ സവാളയൊക്കെ വഴറ്റിയ സമയത്ത് 2 ഗ്രീൻ ചില്ലി ആഡ് ചെയ്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.